ഓക്കെ, അപ്പോൾ രാവിലെ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കായിട്ട് നമ്മൾ ഐസ് ബാത്തൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ മട്ടൺ സൂപ്പ് ഉണ്ടാക്കാനായിട്ട്. അത് നമ്മുടെ രണ്ടാമത്തെ ഹോസ്റ്റലാണിത്. നമ്മളിന്ന് രണ്ടാമത്തെ ഹോസ്റ്റലാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ചേർന്ന് മട്ടൺ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്ത് നടക്കുന്നേ? ഓക്കെ, വെരി ഗുഡ്. രാവിലത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഐസ് ബാത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഐസ് ബാത്ത് സൂപ്പർ ആയി. നിനക്കോ എങ്ങനെ? ലൈഫിൽ ആദ്യമായിട്ടാണ് ഐസ് ബാത്ത് കിട്ടിയിട്ടുള്ളത്? ഓക്കെ, വെരി ഗുഡ്. ഇന്നത്തെ ആരാ ഉള്ളത്? ഐസ് ബാത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഗുഡ്. പ്രോബ്ലം ഒന്നും ഇല്ല? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ഐസ് ബാത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഗുഡ്. അവിടെ ആരാ? മിഥുന്, ഐസ് ബാത്ത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ലൈറ്റ് ഇല്ലയോ? ലൈറ്റ് ഇട്. ഐസ് ബാത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഐസ് ബാത്ത് കഴിഞ്ഞ് ഇനി നമ്മള് മട്ടൺ സൂപ്പ് കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് ഫുൾ റെസ്റ്റ്. ഓക്കെ, മട്ടൺ സൂപ്പ് എന്ത് റെഡിയായോ? ഓക്കെ, ഗുഡ്. മട്ടൺ എത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്ത് അഭിനേഷ്? ഇതിനകത്ത് നമ്മള് 2 തലയും 8 കാലുമാണ് ഉള്ളത്. ഓക്കെ, ഗുഡ്. നല്ല രീതിയിൽ വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല രീതിയിൽ വാഷ് ചെയ്യണം. നിങ്ങൾ നല്ല രീതിയിൽ 2 വെള്ളത്തിലെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അതേപോലെ മുടി അതൊക്കെ കാണാം, അതൊക്കെ നോക്കി എടുത്തതിന് ശേഷം വേണം നിങ്ങൾ അടുത്ത ഇതിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ മട്ടൺ വന്നിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. ഓക്കെ, നല്ല രീതിയിൽ വാഷ്, ഒരു 3-4 വെള്ളത്തിലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. ഓക്കെ, കേട്ടോ. മട്ടന്റെ 4 തലയും 8 കാലും. ഓക്കെ, അടുത്തത് ആവശ്യത്തിന് ഉപ്പിടുക. ഓക്കെ, ഉപ്പിട്ടതിന് ശേഷം ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചതച്ചത്. ഓക്കെ, അത് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി, അതായത് കുരുമുളക് പൊടി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇത് എടുത്ത് വെളി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഫ്രൈ ചെയ്ത് ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇത് നമുക്ക് മൊത്തം 6 കിലോ ഉണ്ട്, 10 ലിറ്ററിന്റെ കുക്കറാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. ഓക്കെ, എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മളിത് 10 വിസിൽ നമ്മൾ കേൾക്കണം. 10 വിസിലിന് ശേഷം നമ്മളിത് തിരിച്ചിറക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 10 വിസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിസിലും കൂടെ എക്സ്ട്രാ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 11 വിസിൽ ആയതിനു ശേഷം നല്ല രീതിയിൽ ഇതിന്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി വറുത്തത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തുറന്നതിന് ശേഷം നമ്മൾ ഉള്ളി വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇടുന്നതാണ്. ഓക്കെ, ഉള്ളി നമ്മൾ വറുത്തെന്ന് പറഞ്ഞാൽ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ ഉള്ളി വറുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലി മട്ടൺ സൂപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കത് തുറന്ന് എല്ലാ കുട്ടികൾക്കും നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. രാവിലെ ഐസ് ബാത്ത് കഴിഞ്ഞ് അതിനുശേഷം മട്ടൺ സൂപ്പ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് ഫുൾ ഡേ റെസ്റ്റ്. നാളെ രാവിലെ നല്ല വർക്കൗട്ട് ആയിരുന്നു. നാളെ ഫുൾ ഡേ റെസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ചൊവ്വാഴ്ച വീണ്ടും വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഓപ്പൺ ചെയ്തോ. ഫൈനലി നമ്മൾ മട്ടൺ സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ എല്ല് എല്ലാം വേവിച്ച് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. അതിനുശേഷം അത് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നത്. ആക്ച്വലി നമുക്കത് വീണ്ടും 2-3 പ്രാവശ്യം വീണ്ടും തിളപ്പിച്ച് നമുക്ക് സൂപ്പ് രീതിയിൽ നമുക്ക് വീണ്ടും കുടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എടുക്കാം. ഗ്ലാസ്